ser acompañantes. Gracias por elegirnos. Si us plau, continueu asseguts i amb el cinturó de seguretat cordat fins que l'avió s'aturi completament i el senyal lluminós. ഹൈ കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഈദ് ഹോളിഡേയ്സിൽ ഞങ്ങൾ 3 രാജ്യങ്ങൾ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിലത്തെ ഒരു രാജ്യത്താണ് നമ്മൾ ഈ ലാൻഡ് ചെയ്യുന്നത്. ഇത് ഇറ്റലിയിലെ മിലാൻ എന്ന് പറയുന്ന നഗരമാണ്. മിലാനിൽ നിന്നും വെനീസിലോട്ട് ഞങ്ങൾ ട്രെയിനിലാണ് പോയത്. അപ്പോൾ വെനീസിൽ 2 ദിവസവും പിന്നെ തിരിച്ച് മിലാനിൽ 1 ദിവസമാണ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇതൊരു കുക്കിംഗ് ചാനലും കൂടെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഫുഡ് വ്ളോഗ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതായത് ഇറ്റലി നിങ്ങൾ എപ്പോഴെങ്കിലും സന്ദർശിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ട്രൈ ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളിലത്തെ ഭക്ഷണ രീതികളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിലും അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ കുറച്ച് സ്ഥലങ്ങൾ അവിടെ ഇവിടുന്നൊക്കെ എനിക്ക് പറ്റണ പോലെ ഞാൻ എടുത്തിട്ടുള്ളത് കാണിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ കഴിഞ്ഞ ട്രാവൽ വ്ളോഗ്സിൽ 1-2 പേര് എൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഫോട്ടോസ് ഒന്നും ഇടാത്തതെന്ന്. അപ്പോൾ ആ ഒരു പരാതി മാറ്റാനായിട്ട് ഇനിയുള്ള ട്രാവൽ വ്ളോഗ്സിൻ്റെ അവസാനങ്ങളിൽ ഞാൻ 1-2 ഫോട്ടോസും കൂടി ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടു നോക്കാം. ഈ കാണുന്നത് ഞങ്ങൾ താമസിച്ച ഹോട്ടലിന്റെ ഭാഗമാണ് കേട്ടോ. എന്തൊരു ഭംഗിയാണ് നോക്ക്. അപ്പോൾ ഈ വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടി കാണും. ഇവിടെ ചുറ്റും വെള്ളമാണ്. ഈ ഹോട്ടൽ ഇരിക്കുന്നത് പോലും വെള്ളത്തിന്റെ മുകളിലാണ്. ഇതേപോലത്തെ ഒരുപാട് പാലങ്ങളുണ്ട് ഇവിടെ. ഈ പാലങ്ങൾ കയറിയിട്ടാണ് നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തോട്ട് പോകുന്നത്. അതല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ബോട്ട് പിടിച്ച് വേണം നമ്മൾ മറ്റു സ്ഥലങ്ങളിലോട്ട് പോകാനായിട്ട്. നമ്മൾ സാധാരണ കാണുന്ന പോലെ ബസ്സും കാറൊക്കെ ഇവിടെ വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ പുറം രാജ്യത്ത് പോകുമ്പോൾ ഈ ടൂറിസ്റ്റ് ബസ്സസ് ഇല്ലേ, ഇങ്ങനെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സസ്, അതിന് പകരം ഇവിടെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബോട്ട് സർവീസസ് ആണ് ഉള്ളത്. ബോട്ടിൽ കയറിയിട്ടാണ് പോണത്. പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിന്റെ മുകളിലാണ് ഉള്ളത്. അപ്പൊ ആ കാണുന്നുണ്ട് അവർ ഒരു വീട്ടിൽ ആൾക്കാർ തുണി വിരിച്ചിട്ടേക്കുവാണ്. എന്തൊരു വ്യത്യസ്ത രീതിയിലാണ് ഇട്ടേക്കുന്നത്, തുണി ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്നത് ഞങ്ങളുടെ ഹോട്ടലിന്റെ പുറത്തുള്ള കാഴ്ചയാണ്. ഇങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ അത് ഇതുപോലെയാണ്. ഇപ്പോൾ കുട്ടികളായിട്ടൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, കാരണം ഇവിടെ അങ്ങനെ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവിടെ ഒരു നോർമൽ സംഭവമാണ്, എല്ലായിടത്തും ഇതുപോലെ തന്നെയാണ്. ഇതാണ് അവിടുത്തെ റോഡുകൾ. ഞാൻ പോയിട്ടുള്ള രാജ്യങ്ങളിൽ വെനീസ് ആയിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ബ്യൂട്ടിഫുൾ ആണ്. ദൈവം അനുഗ്രഹിച്ച ഒരു പ്രാവശ്യം കൂടെ വെനീസിൽ ഞാൻ തീർച്ചയായിട്ടും വരും കേട്ടോ. അത്ര നല്ല സ്ഥലമാണ്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ എല്ലാം ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കുറച്ച് അവിടെ നിന്ന് ഇവിടെ ഒരു ചെറിയൊരു വീഡിയോയ്ക്കുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ മിക്കവാറും എല്ലാ റെസ്റ്റോറൻറ്റ്സ് ചെന്ന് കഴിയുമ്പോൾ ഇതേപോലത്തെ ബ്രെഡും പിന്നെ അവിടുത്തെ ബ്രെഡ് സ്റ്റിക്സും ഇതേപോലെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇറ്റലി വന്നു കഴിഞ്ഞാൽ പിസ്സ ട്രൈ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ ഒരു ഇറ്റാലിയൻ പിസ്സ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അവിടുത്തെ ലോക്കൽ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് തന്നെ ട്രൈ ചെയ്യണം. ഇത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഗാർലിക് ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് അത്രയ്ക്ക് അങ്ങോട്ട് നന്നായി തോന്നിയില്ല. അതിപ്പോൾ ഓരോ റെസ്റ്റോറൻറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുമായിരിക്കും. പിന്നെ ഇറ്റാലിയൻ പാസ്റ്റയും കൂടെ ട്രൈ ചെയ്യണം. ഇവിടെ കൂടുതലും സീ ഫുഡ് സ്പെഷ്യാലിറ്റി ആണെന്ന് എനിക്ക് തോന്നി, കാരണം ചുറ്റും വെള്ളമൊക്കെ ആണല്ലോ. അപ്പം ഇതുപോലെ സ്ക്വിഡ് ഫ്രൈ ചെയ്തത്, കലമാരി, ഇതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും കലമാരി സ്ക്വിഡൊക്കെ ട്രൈ ചെയ്യണം ഇറ്റലി വന്നിട്ടുണ്ടെങ്കിൽ. ഇറ്റാലിയൻ ഡെസേർട്ടായ പ്രോഫിറ്റ് റോൾസ് ആണ്. പ്രോഫിറ്റ് റോൾസ് ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണ്, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ ഇറ്റലിയിൽ നിന്ന് കഴിച്ച പ്രോഫിറ്റ് റോൾസ് എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയാമോ. നമ്മുടെ പായസം നാട്ടിലത്തെ ടേസ്റ്റ് എവിടെ ചെന്നാലും കിട്ടില്ലല്ലോ. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ചും തോന്നിയത്. ഇറ്റലിക്കാരുടെ ഏറ്റവും ഫേമസ് കോഫി ബേസ്ഡ് ഡെസേർട്ടായ ടിറാമിസു. ഇപ്പോൾ ടിറാമിസു ലോകത്ത് എല്ലായിടത്തും കിട്ടും കേട്ടോ. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ആയിട്ടും കോഫി ലിക്കർ ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് ഞാൻ വേറെ എവിടെ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇറ്റലി വരുവാണെങ്കിൽ ഇവിടുത്തെ ഈ ഒരു കോഫി ബേസ്ഡ് ടിറാമിസു ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.
നമ്മൾ ഈ യാത്രയൊക്കെ പോകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് ജ്യൂസൊക്കെ ഇടയ്ക്ക് കൊടുക്കും. സ്ഥിരമായിട്ട് കൊടുക്കണ്ട, പക്ഷെ യാത്രയിലൊക്കെ കൊടുക്കും. അങ്ങനെ കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു സൂപ്പർ ജ്യൂസാട്ടോ ഇത്. ഇതൊരു പീച്ച് ബേസ്ഡ് ജ്യൂസാണ്. പല ഫ്ലേവറും കിട്ടും. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഈ ഒരു ക്യാപ്പാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം ഈ ക്യാപ്പ് നല്ല ടൈറ്റ് ക്യാപ്പാണ്. കുട്ടികൾക്ക് കുടിക്കാൻ ഡ്രസ്സിലൊന്നും വീഴില്ല, നല്ല സൗകര്യമാണ്. അപ്പോൾ ഇതെല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതും വേണമെങ്കിൽ വാങ്ങിക്കാം. ഇവിടെ സമ്മർ ആയതുകൊണ്ട് രാത്രി 9 മണിയായാലും ശരിക്കും വൈകുന്നേരം 4 മണിയുടെ എഫക്റ്റാണ്. ഇപ്പോഴും സൂര്യനുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിലും രാത്രികളിലൊക്കെ ഈ ഒരു രീതിയിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഒക്കെ വെള്ളത്തിൻ്റെ സൈഡിലാണ്. ഒരു പ്രത്യേക ഭംഗി അതൊക്കെ കാണാനുണ്ട്. ശരിക്കും നമ്മൾ സിനിമയിലൊക്കെ കാണണം. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ വഴിയരികിലും ഇതേപോലെ ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട്. ഇറ്റലി വന്നു കഴിഞ്ഞാൽ ഒരു ജെലാറ്റോ ട്രൈ ചെയ്യാണ്ട് പോകരുത് കേട്ടോ. ഇത് കണ്ട് ഇങ്ങനത്തെ ഐസ്ക്രീം പല ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐസ്ക്രീംസ് ആണ്. ഈ ജെലാറ്റോ ഐസ്ക്രീംസ് ആണ്. അപ്പോൾ അതും ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഇതേപോലെ ഞങ്ങൾ നടന്നു പോകുമ്പോഴത്തേക്കും ഒരുപാട് ഇങ്ങനെ ചെറിയ ചെറിയ കടകളുണ്ട്, കുറേ ബേക്കറീസ് ഉണ്ട്. അവിടെയൊക്കെ മിക്കവാറും എല്ലാം തന്നെ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് തന്നെയായിരിക്കും കാണാൻ സാധിക്കുക. ഈ പാസ്റ്റയും പല ടൈപ്പ് സാൻഡ്വിച്ചസും പിന്നെ ഡെസേർട്ട്സും ഒക്കെ ആയിരിക്കും കാണാൻ സാധിക്കുക. വെനീസിൽ നിന്ന് മിലാനിൽ എത്തിയിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ മിലാൻ ശരിക്കും പറഞ്ഞാൽ വെനീസിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് ഇവിടെ ഫുൾ ഒരു സിറ്റി ലൈഫാണ് കൂടുതലുള്ളത്. വെള്ളം അങ്ങനത്തെയൊക്കെ കുറവാണ്. പിന്നെ ഈ കാണുന്നത് മിലാനിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കാത്തീഡ്രൽ ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് എല്ലാ സംഭവങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല. കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എനിക്ക് പറ്റുന്ന പോലെ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ചെറിയൊരു ട്രാവൽ വീഡിയോ ആക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ശരിക്കും ഞാൻ കുഞ്ഞു കുട്ടികളായിട്ടൊക്കെ പോകുമ്പോഴേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ എപ്പോഴും ക്യാമറയും കൊണ്ട് നടക്കാനായിട്ടൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ എൻ്റെ ബാക്കിയുള്ള ട്രാവൽ വ്ളോഗ്സ് ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പോയ 2 രാജ്യങ്ങളുടെ വീഡിയോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഒരുപാട് കുക്കിംഗ് റെസിപ്പി വീഡിയോസ് കൂടി എനിക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പം അതെല്ലാം കാണാൻ താല്പര്യമുണ്ടെങ്കിലും പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോഴും പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.